ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നല്ലേ അയാൾ പറഞ്ഞത്? ആ, കൃഷ്ണന്റെ അമ്പലം. അപ്പൊ പിന്നെ സംശയിക്കണ്ട, അവിടെ തന്നെ കാണും. മുത്തശ്ശി പറഞ്ഞ സത്യവും. കൃഷ്ണന്റെ രാധയെ പോലൊരു ചിലപ്പോ കാണുമ്പോഴേ കൃഷ്ണനും പുറകെ ഉണ്ടാവും. അമ്മേ, എൻ്റെ കാല്. ആ മോനെ, അമ്പലത്തിലേക്കാണെങ്കിൽ വേഗം ചെന്നോളൂ, നട അടിക്കാൻ സമയമായി. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു. കുറുമ്പുകൾ കാറ്റിന്റെ നേരിൽ മാറും ഞാൻ. ബിജു, ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്റെ രാധ നിപ്പുണ്ട്. എവിടെ? എടാ, അവിടെ നിപ്പുണ്ടെന്ന്. നീ വേഗം വാ. എന്റെ കാല് പതുക്കെ. എവിടെ? അല്ല, അവിടെ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും കാണും. നീ വന്നേ. ഇതെവിടെ പോയി ഇത്ര പെട്ടെന്ന്? രാധയല്ലേ, അപ്രത്യക്ഷമായി കാണും. അവർക്ക് അതിനൊക്കെ ശക്തിയുള്ളതല്ലേ. ഒന്നും മിണ്ടായിരിക്കടാ, ഇവിടെ എവിടെയോ ഉണ്ട്. ഒരു കാര്യം ചെയ്, പോയി തപ്പിപ്പിടിക്ക്. എനിക്ക് കാല് ഭയങ്കര വേദന, അതാ വരാത്തത്. എന്റെ കാലിന് വല്ലതും പറ്റിയാലേ ഒരു രാധയും വരൂല. ഞാൻ മാത്രം തന്നെ കാണും. അമ്മേ, ഹലോ, എന്തേ കാണിക്കുന്നേ? ക്ഷേത്രം അടച്ചു കഴിഞ്ഞ വാതിലിൽ തൊട്ടുകൂടാം. അങ്ങനെ ഇവിടുത്തെ ആചാരം. മനസ്സിലായോ? അല്ല, താനല്ലേ ഇന്നലെ അവിടെ ഡാൻസ്? ആ, ഇന്നലെ ഫോട്ടോ എടുത്ത ആളല്ലേ? അതെ. ഇവിടെ എന്താ? ഓ, ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ലല്ല, തെരഞ്ഞു വന്നതാ. ആരെ? പേരെന്താ? തെരഞ്ഞു വന്നതല്ലേ, പേരും തെരഞ്ഞു തന്നെ കണ്ടുപിടിച്ചോ. ഹലോ. എടാ, നീ കണ്ടോ? ഇല്ല, കാണാത്തോണ്ടല്ലേ കല്ലി തട്ടിയത്. ഓ, അതല്ലടാ, ഞാൻ പറഞ്ഞ പെൺകുട്ടി ഞാനിപ്പോ കണ്ടെന്ന്. ആ, അതിന് ഞാൻ കണ്ടില്ലല്ലോ. എന്റെ പൊന്നടാ, ഞാൻ ദേ അവിടെ നിന്ന് ഇത്രയും നേരം അവളോട് സംസാരിക്കായിരുന്നു. നീ പിന്നെ അവിടെ നോക്കിയിരിക്കായിരുന്നു. എടാ, സത്യോടാ. ഓ, പകൽക്കിനാവാണല്ലേ? ഒരൊറ്റ തൊഴിഞ്ഞ് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, പക്ഷെ സത്യവാ. ആ,
ഇതാണ് അവളുടെ നാട്. അപ്പോ ഇവിടെ വന്ന അവളെ കാണാം. ഹലോ, പേര് തെരഞ്ഞു കണ്ടുപിടിക്കണം അല്ലേ? ആ ആ ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ അമ്മേ? എന്തു പറ്റും മുത്തശ്ശി? ചേച്ചി ഇവിടെ നിൽക്ക്. എന്നാ നിന്റെ സിനിമ തുടങ്ങുന്നത്? ഇന്നൊരു കൂട്ടർ ഫോണിൽ വിളിച്ചിരുന്നു. നീ അവരുടെ അടുത്ത് ചെന്നിരുന്നു, എന്തിലൊക്കെയോ പങ്കെടുത്തു പറഞ്ഞു. സത്യമാണോ? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? ക്ലാസ്സിനെന്നും പറഞ്ഞ് നീ ഇവിടുന്ന് പോയിട്ട് സിനിമാക്കാരുടെ പുറകെ ചുറ്റിക്കറങ്ങുകയാണോ? അത് കൂട്ടുകാരികളൊക്കെ ഫോട്ടോ അയച്ചപ്പോ ഞാനും അയച്ചു. അവര് നിർബന്ധിച്ചതുകൊണ്ടാ. കൂട്ടുകാരെ നിർബന്ധിച്ച നീ എന്തു ചെയ്യോ? അവർക്ക് എന്ത് ചാടാൻ പറഞ്ഞ നീ ചാടുവോ? അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇതൊരു നല്ല കാര്യമല്ലേ? എന്താടി നല്ല കാര്യം? നീ വേഷം കെട്ടി നടന്നാല് ആളുകൾ അച്ഛനോട് എന്താ ചോദിക്ക? സ്വന്തം കുടുംബത്തിന്റെ മാനത്തിന് നീ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? എനിക്കിതിൽ ഒരു തെറ്റും തോന്നിയിട്ടില്ല. ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. വേണ്ട. ആ അത് പറ. അപ്പൊ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നീയാ? അമ്മ ഒന്ന് വായടക്കുന്നുണ്ടോ? ഇടിവെട്ടിയാലും മഴ പെയ്താലും അതിനൊന്നും കുറ്റം രാധികമ്മോട് തലക്കിടണ്ട. തെറ്റ് ചെയ്തവര് കൺമുമ്പിൽ നിൽക്കുന്നുണ്ട്. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്കിലും ഞാൻ പറയാം, ഇവളിനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. നാളെ മുതൽ ക്ലാസ്സിനും പോണ്ട. എനിക്കിത് പറ്റില്ല. പറ്റണം. ഈ വീട്ടിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. യശോദ കേട്ടല്ലോ, ഇതെന്റെ തീരുമാനാ. അത് മറികടന്ന് ഇവള് പുറത്ത് പോയാൽ അത് എന്നേക്കായിട്ടുള്ള പോക്കാ. മനസ്സിലായോ? അവള് പോയത് കണ്ടില്ലേ, ഒരു മറുപടി പോലും പറയാതെ. എടാ അത് പിന്നെ നീ കിടന്ന് ബഹളം വെക്കണ്ട. ഞാൻ അവളെ സൗകര്യം പോലെ കാര്യങ്ങൾ പറഞ്ഞു. വേണ്ട, ഇത്രയും നാൾ അമ്മയാണല്ലോ അവളെ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞാൻ നോക്കിക്കോളാം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എടാ അത് അമ്മ, ഞാൻ എന്ത് ചെയ്തിട്ടാ? നോക്ക് നോക്ക്, അങ്ങോട്ട് നോക്ക്. എന്താ നിന്റെ കയ്യില്? നോക്കട്ടെ. നോക്കട്ടെടാ. ആമ്പിള്ളേരുടെ കയ്യിൽ ഒറ്റ കൊലുസോ വളപ്പൊട്ടോ ഒറ്റ കമ്മലോ ഇരിക്കുന്നത് കണ്ട എന്താ അർത്ഥം? അതിനെന്താ അർത്ഥം? വേറൊന്നുമില്ല. അവൻ ഒരാളെ കണ്ടു, അവൻ ഇഷ്ടം തോന്നി. പക്ഷെ പറയാൻ പറ്റുന്നതിന് മുമ്പേ ഓടിപ്പോയി. ഇതെങ്ങനെ മുത്തശ്ശി? മുത്തശ്ശി എന്താ പ്രേമത്തിന്റെ സ്പെഷ്യലിസ്റ്റാ? അതവിടെ നിക്കട്ടെ. ആരാ ഇത്? ആ, എവിടെ വെച്ചാ കണ്ടേ? ആളെങ്ങനെയുണ്ട്? എവിടെ വെച്ചാ കണ്ടെന്ന് ചോദിച്ചാ അമ്പലത്തിൽ വെച്ചാ. മുത്തശ്ശി, അമ്പലത്തിന്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഓടാടുന്നു. അല്ല മുത്തശ്ശി, ഞാൻ കണ്ടതാ. കണ്ടിട്ടില്ല, വെറും തോന്നലാ മുത്തശ്ശി. ഞാൻ പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. തോന്നലൊന്നും അല്ല മുത്തശ്ശി, ഞാൻ കണ്ടതാ. അതും ഒന്നല്ല 2 തവണ. പക്ഷേ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ എവിടേക്കോ പോയി. എങ്ങനെയുണ്ട് എന്റെ കൊച്ചുമോള്? കൃഷ്ണന് രാധയെ പോലെയാണോ? അത്
പോലെയാണോ എന്ന് ചോദിച്ചാ ഏകദേശം അതുപോലൊക്കെ തന്നെ. പക്ഷെ ഇനി കാണുമെന്ന് അറിയില്ല മുത്തശ്ശി. നിന്റെ മനസ്സിന് അവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഇതുവരെ ഒരു പെൺകുട്ടിയും കണ്ടപ്പോ തോന്നാത്ത എന്തോ ഒന്ന്. ഈ നമ്മുടെ മനസ്സൊക്കെ സന്തോഷം കൊണ്ട് പൊട്ടിപ്പോകുന്നൊരവസ്ഥ. അപ്പൊ ഇനിയും കാണും. എടാ, ഇഷ്ടം എന്ന് പറയുന്നതേ ഒരു പാലം പോലെ. അതിന് ഇക്കരയുണ്ടെങ്കിൽ അക്കരയും ഉണ്ടാവും. നീ പാലം കടന്ന് അക്കരെ എത്തുമ്പോഴേ അവിടെ ഉണ്ടാവാതിരിക്കാൻ അവക്ക് പറ്റില്ല. എന്റെ പൊന്നോ, ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ പുറത്തിറങ്ങുന്നതെങ്കിൽ അവൾ ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കും. ആ, എത്രയും പെട്ടെന്ന് തേടി കണ്ടുപിടിച്ചിരിക്കണം. പിന്നെ ഒന്നും നോക്കണ്ട, വിളിച്ചിങ്ങ് കൊണ്ടുവന്നോ. നിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്ന് കയറണം. മരുമകളായിട്ട് വന്ന് കയറുന്നവൾ മകളായി മാറുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഈ കുടുംബത്തിൽ സംഭവിച്ച വലിയൊരു അബദ്ധം നിന്റെ ഭാര്യ വന്നിട്ട് വേണം തിരുത്താൻ. പെട്ടെന്ന് നിന്റെ രാധയെ കണ്ടുപിടിക്കും. എന്നിട്ട് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചോളാം. ഞാൻ ഏറ്റു മുത്തശ്ശി. എന്തോ ഈ കുടുംബത്തുള്ളൊരു മുഴുവനെ വലിയൊരു അബദ്ധം തിരുത്താൻ നടക്കുക. എന്താ അബദ്ധം എന്നറിയോ? ഞാൻ ഇളയ മരുമകളെ കാത്തിരിക്കുക. എല്ലാരും എന്നെക്കാൾ മികച്ചവളാണെന്ന് തെളിയിക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ താനത് കാര്യമാക്കുന്നെന്തിനാ? ഞാനെന്താ മനുഷ്യക്കൂട്ടത്തിൽ പറഞ്ഞതല്ലേ? എവിടെ നിന്നെങ്കിലും ഒരുത്തെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വരട്ടെ. അപ്പോഴേ കൽപ്പനയുടെ വില എന്താന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പൊന്നും ഇരിക്കണ്ട. ഒരു 10 ദിവസം പനിച്ചെഴുന്നേക്കാതെ കിടന്നാ പോലും വന്നവളുമാര് തിരിച്ചു പോവും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ സ്വഭാവം അതാ. കൽപ്പന, തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. നിങ്ങളുടെ മാപ്പ് ആർക്ക് വേണം? എന്റെ ഫ്രണ്ട്സ്, എന്റെ റിലേറ്റീവ്സ്, അവരൊക്കെ 100 തവണ എന്നോട് ചോദിച്ചതാ, തിരിച്ചു പോന്നൂടെ? ശേഷിയില്ലാത്ത ഒരുത്തനെയും കൊണ്ട് എത്ര നാൾ നടക്കാൻ പറ്റും നിനക്കെന്ന്. അതെങ്ങനെയാ? 2 കുടുംബത്തിന്റെ അഭിമാനം കൂട്ടിക്കുഴച്ച് ഒരു കരാറ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്നെ ഈ തടവറയിൽ തന്നെ ഇട്ടോളാന്ന്. ചുമട്ട് കൂലി പോലും ഇല്ലാതെ ഒരു ആയുസ് മുഴുവൻ പണിയെടുക്കുന്ന ഒരു ഒറ്റ ഒരുത്തി ഈ ലോകത്തുണ്ടാവും. അതാ ഈ ഞാൻ. വരുൺ, നീ എന്താ അവിടെ നിന്നേ? കേറി വാ. ഇല്ല. ഏയ് വരുൺ, നീ അവിടെ നിന്നേ. നീ കേറി വന്നേ, വാ. ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വരാൻ നീ എന്തിനാടാ കാത്തു നിൽക്കുന്നേ? എന്റെ കൈതട്ടി താഴെ വീണതാ. കൽപ്പന, ഒന്നെടുത്ത് വെച്ചേക്ക്. ഞങ്ങള് നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണ ലീവ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടെന്ന് ചോദിക്കായിരുന്നു. അല്ലേ കൽപ്പന? ഈ അവസ്ഥയിലും
ഏട്ടന്റെ മുഖം ഇത്ര തെളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഏട്ടത്തെയാ. ഏട്ടത്തി നല്ലൊരു ഭാഗ്യ അല്ലേ? ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. എന്താടാ? എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. നിങ്ങളൊരു വലിയ സംഭവം. ഇതെന്താ കൊള്ളക്കാരുടെ താവളോ? എന്നെ പിടിച്ച് പൂട്ടിയിടാൻ. ലോകത്തിന്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാവാതെ ഇപ്പോഴും ഇടുങ്ങിയ മനസ്സോടെ നടക്കുക കുറെ ആൾക്കാര്. എന്ത് പറഞ്ഞാലും ഉണ്ടാവും കുടുംബത്തിന്റെ അഭിമാനം. ഇതും പൊക്കി പിടിച്ചോണ്ട് നടന്നിട്ട് എന്താ നേട്ടം? എന്റെ പൊന്നു പ്രിയ, ഒന്ന് പതുക്കെ പറ. അച്ഛനത് കേട്ട ദേഷ്യത്തിൽ പറഞ്ഞു പോയതല്ലേ. ഞാനേ ഇവിടുന്ന് ചാടിപ്പോ. പ്രിയേ, ചെന്നാ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരും ഉണ്ടാവും. ഒരു സിനിമ, ഒരൊറ്റ സിനിമ എന്റെ പേരിൽ പുറത്തിറങ്ങിയാലേ ടിവിക്കാരും പത്രക്കാരും ഒക്കെ ഈ വീടിന്റെ ഉമ്മർത്ത് വരും. അപ്പൊ ഇന്ന് വിലക്കുന്നവരൊക്കെ ഞെളിഞ്ഞിരിക്കും അവരുടെ മുൻപില്. പ്രിയങ്കയുടെ അച്ഛനാണ്, അമ്മയാണ്, മുത്തശ്ശിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടും തീരില്ല. അവൾക്ക് കുഞ്ഞിലെ കലാബോധം ഉണ്ടായിരുന്നു, ഞങ്ങളാണത് വളർത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുൻപിൽ ആളാവുകയും ചെയ്യും. എടി നീ ഒന്ന് അടങ്ങ്. ഞാൻ നീ പറഞ്ഞ പോലെ ഫോണിന്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. കുറെ കാശ് കൊടുക്കാൻ വേണ്ടി അച്ഛനും മുത്തശ്ശിയും കൂടി നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ എന്നെ. അതുകൊണ്ടാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ചേച്ചി ഒന്നും പറയണ്ട. ചേച്ചി എന്നെ ഒറ്റ കൊടുത്തു. ഞാനോ? ഞാനൊന്നൊന്നും ചോദിക്കണ്ട. എല്ലാവർക്കും അസൂയ എന്നോട്. ഞാൻ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലോ എന്നുള്ള അസൂയ. വൈകാതെ അച്ഛന് മനസ്സിലാവും ദേവനാരായണൻ തിരുമേനിയുടെ കൽപ്പന അനുസരിക്കാൻ പ്രിയങ്കയ്ക്ക് മനസ്സില്ലാന്ന്. ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അവളെ നമുക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞു മനസ്സിലാക്കാം. താൻ ഈ പറയുന്ന രാധികയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്കതിൽ സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രിയങ്കയുടെ കാര്യം അതല്ല. അവൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. എന്നുവെച്ച് എന്നും ഇങ്ങനെ പൂട്ടിയിടാൻ പറ്റുമോ? പൂട്ടിയിടണ്ട, അഴിച്ചു തന്നെ വിട്ടേക്കാം. അമ്മേ, എന്താടാ? പ്രിയങ്കയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാ എന്റെ തീരുമാനം. എന്താ ഈ പറയുന്നേ? മൂത്തവളായിട്ട് രാധിക നിൽക്കല്ലേ. പ്രിയങ്കയുടെ പഠിപ്പ് തീർന്നിട്ടുമില്ല. രാധികയ്ക്ക് വിവാഹയോഗം 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുവരെ ഇത് നീട്ടിക്കൊണ്ടു പോയാൽ ഹരിതാത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ളൊരു പേടി എന്റെ മനസ്സിലുണ്ട്. അമ്മ എന്ത് പറയുന്നു? അങ്ങനെ തീരുമാനിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നല്ല ആലോചന വരണ്ടേ? ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ. ശ്രമിച്ചാൽ നടക്കും. ഒന്നുകൂടി ആലോചിച്ചിട്ട്. നമ്മുടെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ അശോതെ. ഒന്നുകിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ വിവാഹം കഴിച്ച് അയക്കുക, അല്ലെങ്കിൽ അവളെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക. അങ്ങനെ വിട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കേണ്ടി വരില്ല. വിവാഹം കഴിയുമ്പോൾ മനസ്സിനൊരു പാകത വരും. ജീവിതത്തെക്കുറിച്ച് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ പഠിക്കും. അവളുടെ നന്മയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ ഇനി മാറ്റമൊന്നുമില്ല. അവളുടെ കണ്ണീര് കണ്ട് ഒരു നിർബന്ധത്തിനും അമ്മ എന്റെ മുന്നിലേക്ക് വരാനും പാടില്ല. ഞാൻ ഒന്നിനും വരുന്നില്ല. നീ അങ്ങ് തീരുമാനിച്ചു.
മിടുക്കിയാണല്ലോ ആ പെൺകുട്ടി. അതെങ്ങനെ? ആളെ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഏട്ടൻ പിടിക്കുകയാണെന്ന് പറയുന്നത്? എല്ലാം തികഞ്ഞ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഒരാൾ എന്നോട് പറഞ്ഞാ ഞാൻ ആരെ കാണിച്ചു കൊടുക്കുന്നറിയോ? ആരെ? നിന്നെ. ഓ, അങ്ങനെയുള്ള നിന്നെ മോഹിപ്പിച്ചൊരു പെണ്ണ് മിടുക്കിയായിരിക്കും. നീ തെരഞ്ഞു കണ്ടുപിടിക്കടാ. ഈ ഇഷ്ടം തോന്നിയെന്നുള്ള കാര്യമൊക്കെ സത്യ. പക്ഷേ ഒരു വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോ എന്റെ അവസ്ഥ ഓർമ്മ വരുമല്ലേ? മുത്തശ്ശിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ജ്യോത്സ്യം വരാറില്ലേ? ഒരിക്കൽ എൻ്റെ ജാതകം കയ്യിലെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ലക്ഷങ്ങളിൽ ഒരാൾക്ക് ഈ ജാതകം ഉള്ളൂന്നാ. കുറെ വർഷങ്ങൾക്ക് ശേഷം നിന്റെ ജാതകം കയ്യിലെടുത്തപ്പോൾ അദ്ദേഹം അത് തന്നെ പറഞ്ഞു. പറഞ്ഞത് രണ്ട് സത്യമാ. ലക്ഷത്തിലൊരാൾക്ക് എൻ്റെ ഗതി വരൂ, ലക്ഷത്തിലൊരാളെ നിന്നെപ്പോലെ ഉണ്ടാവും. കൂട്ടിക്കൂട്ടി വെച്ച കുറേ മോഹങ്ങളുണ്ടടാ. അത് നിന്റെ കുടുംബത്തിലൂടെയെങ്കിലും എനിക്ക് കാണണം. നിനക്കൊരു ദോഷവും വരില്ല, ഒരു വിധിയും നിനക്കെതിരാവില്ല. ഏട്ടൻ മുഴുവൻ നേരവും പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാ. താങ്ക്സ് ഏട്ടാ. ഏത് പെണ്ണിനെയായിരിക്കും ഇവൻ കണ്ടുപിടിച്ചത്?